സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 18, 15 മുതൽ 17 വരെ. യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെ നാം പഠിക്കുമ്പോൾ, ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ, അഥവാ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സംഭവിച്ച ഒരു സംഭവ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം ദൈവാനുഗ്രഹത്തിനായി ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിനൊപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർ ആ സമയം ആ മാതാപിതാക്കളെ തടയുകയാണ്, അഥവാ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിച്ചില്ല. ആ സമയത്ത് യേശു ചെയ്തത് ശിഷ്യന്മാരെ ശാസിക്കുകയാണ്. തുടർന്ന് യേശു പറയുന്നത്, ആ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിനെന്നാണ്. അവരെ തടുക്കരുതെന്നും ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവെന്നും യേശു കൽപ്പിക്കുന്നു. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുകൂടി കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇതെല്ലാം ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം സ്വന്തമാക്കിക്കൊള്ളേണ്ടുന്ന നിത്യതയുടെ 2 അനുഗ്രഹങ്ങളാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ ദൈവവുമായി ജീവിച്ചു വാഴുന്ന അനുഭവമാണ്. സ്വർഗരാജ്യം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലത്തിന് ശേഷം നിത്യമായി ശാശ്വതകാലം ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവമാണ്. ഇത് രണ്ടും വേർതിരിച്ചറിയുകയും ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പം, ദൈവ സാന്നിധ്യത്തിൽ, അത് പ്രാർത്ഥനയിലൂടെ, അത് ആരാധനയിലൂടെ, ധ്യാനത്തിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അടുത്തു വസിക്കുന്ന അനുഭവം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ്. ശിശുക്കൾ നിഷ്കളങ്കരാണ്. ശിശുക്കൾ മാലാഖമാർക്ക് തുല്യമാണ്. കളങ്കമറ്റവരാണ്, കപടമില്ലാത്തവരാണ്. അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളും കൂടിയാണ്. അവരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ, യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ സമ്മതിക്കാത്ത ശിഷ്യന്മാരെ ശാസിച്ചതിന് കാരണം അവർ ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ്. നാം കുഞ്ഞുങ്ങളെ, അതുപോലെ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരോ അതോ അടുപ്പിക്കുന്നവരോ? ഇത് വളരെ ഗൗരവപൂർവമായ ഒരു ചോദ്യമാണ്. നാം മറ്റുള്ളവരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ
ദൈവത്തിൽ നിന്നും അകറ്റുന്നവരോ അടുപ്പിക്കുന്നവരോ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവരായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.